ഹായ് ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇരട്ടത്താപ്പിന്റെ കഥ പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ഘോരഘോരം പ്രസംഗിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെ മുഖം മൂടി നമുക്കൊന്ന് വലിച്ചു കീറണം. കുറേ നാളായിട്ടൊന്ന് മിണ്ടാതിരിക്കുമായിരുന്നു. വേണ്ട വേണ്ട എന്തിനാ. ഇപ്പൊ തന്നെ ഈ വിഷയം രേണുസുതിയുടെ തന്നെയാണ്, സോറി രേണുവിന്റെ തന്നെ വിഷയമാണ്. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു ആൻഡ് സജീന കട്ട ഫ്രണ്ട്ഷിപ്പാണ് സജീനയ്ക്ക് അങ്ങോട്ട്. ആ ഒരു കഥ പറയാൻ വേണ്ടിയാണ് നമ്മളിവിടെ വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സജീനയെ കുറിച്ചിട്ടാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. ഈ സജീനയുടെ വീഡിയോസ് ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും കാണാറില്ല. കാരണം വെച്ചാൽ ഒരു പ്രാവശ്യം ഒന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി വായെടുത്താ പറയുന്നത് മുഴുവൻ പൊട്ടിത്തരമാണെന്ന്. പിന്നെ ഞാനത് കാണാൻ വേണ്ടി നിന്നിട്ടില്ല. അപ്പോ ഇപ്പൊ ഇനി പറയാം, ഇനി വിഷയത്തിലോട്ട് നമുക്ക് കിടക്കാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, രേണുവും സജീനയും എന്ന് പറഞ്ഞിട്ട് ഇരട്ടി ഒരു പോസ്റ്റ് ആയിരുന്നു ഞാൻ കുറിച്ചിരുന്നത്. അപ്പൊ ആ പോസ്റ്റിൽ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം രേണുവിന്റെ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ തലേ ദിവസമാണ് ഈ പറഞ്ഞ ക്യാൻസർ എന്ന വിവാദം ഉണ്ടാകുന്നത്. ഈ ക്യാൻസർ എന്ന വിവാദത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് അതിൽ എന്താ വിശ്വാസവുമില്ല. കാരണം ഞാൻ വിശ്വസിക്കണം, എനിക്ക് അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നെ കാണണം. ചിലപ്പോൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, നമുക്ക് അറിയത്തില്ല. അതെന്തായാലും വിടട്ടെ, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ അതിന്റെ തലേ ദിവസമാണ് ഈ ക്യാൻസർ എന്ന വിവാദം ഉണ്ടാകുന്നത്. ഈ ഷോർട്ട് ഫിലിം ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, മഞ്ജു ആന്റണി എന്ന് പറഞ്ഞ യൂട്യൂബറിന്, അതൊരു റീൽ ക്രിയേറ്ററിന് ഒരു വോയിസ് മെസ്സേജ് സജീന അയക്കുകയുണ്ടായി. സജീന അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കേൾപ്പിക്കാം. ഇത് രേണുസുതി അഭിനയിച്ച പുതിയ ഷോർട്ട് ഫിലിമാണ്. അതിനകത്തുനിന്ന് എടുത്ത് ക്ലിപ്സ് എല്ലാം എടുത്തിട്ടൊരു ട്രോള് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ചാനൽ നമ്മുടെയാണ്, കമോൺ മീഡിയ എന്നാണ് ചാനലിന്റെ പേര്. ഹൈപ്പ് പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യട്ടാ. വീഡിയോ കണ്ടിട്ട് അതിനകത്തുനിന്ന് എന്തെങ്കിലും ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് ട്രോൾ ചെയ്യുന്നെങ്കിൽ ട്രോൾ ചെയ്യാം. അതായത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായല്ലോ. പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സജീനയുടെ ഒരു ചാനലാണത്. സജീനയുടെ ഒക്കെ ഒരു ചാനലാണെന്നാണ് പറയണത്. ആ ചാനലില് രേണുവിന്റെ കുറച്ച് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെടുത്ത് കണ്ടിട്ട് അതിൽ നിന്ന് കുറച്ച് ക്ലിപ്പിങ്സ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളത് ട്രോളാക്കാൻ പറഞ്ഞിട്ട്, ഇതാണ് സജീന മഞ്ജു ചേച്ചിക്ക് അയച്ച ഒരു വോയിസ് മെസ്സേജ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് മഞ്ജേച്ചി പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും കൊടുത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത്. മഞ്ജേച്ചി പിന്നെ അത് ഞങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കുകയുണ്ടായി. അപ്പോ ഞങ്ങളത് സംസാരിച്ച് വന്നപ്പോൾ ഇതിനെക്കുറിച്ച് പുള്ളിക്കാരി പറഞ്ഞതാണ്. അപ്പൊ ഞാനത് വിഷയം അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടു. ഈ സജീനയുടെ ഇരട്ടത്താപ്പ് ഈ ഇരട്ടത്താപ്പ് ഇന്നും ഇന്നലെ തുടങ്ങുന്നതല്ല, നേരത്തെ ഉള്ളതാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, കരീഷ്മ എന്ന് പറയുന്ന ഒരു പെണ്ണ്, അതായത് ആരാണ്, നമ്മുടെ രേണുവിന്റെ മാനേജറാണ്. ഇവളുടെ ഒരു പ്രാവശ്യം എങ്ങാണ്ട് ഒരു ചാനലുകാരെ എന്തോ ചോദിച്ചപ്പോഴത്തേനും രേണു പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കരീഷ്മയാണ് എന്റെ എല്ലാമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞ് അവളാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം എന്നുള്ള കാര്യം പറഞ്ഞു. സജീനയ്ക്ക് അത് ഭയങ്കരമായിട്ടും വിഷമമായി. ഭയങ്കര വിഷമമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, എന്തോ ഫീൽ ആയിട്ടുണ്ടാവും. സജീന എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ജു ചേച്ചിക്ക് ഒരു മെസ്സേജ് അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ. അത് സജീന തന്നെ അതിനൊരു ഹെഡിങ്ങും പറഞ്ഞു കൊടുത്തത്. അതായത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ് സജീന എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയും ഈ പറയുന്ന സജീന ഒരു ഹെഡിങ്ങും പറഞ്ഞു കൊടുത്തിട്ട് മഞ്ജു ചേച്ചി, അതൊരു രാത്രി സമയത്തായിരുന്നു മഞ്ജു ചേച്ചി ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതായത് സജീന മഞ്ജു ചേച്ചിയോട് പറഞ്ഞു ചെയ്യിച്ചതാണ് ആ വീഡിയോ. ആ വീഡിയോയുടെ ഇതും കൂടി ഞാനിവിടെ കൊടുക്കാം. സജീന എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറാണ് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം നമ്മൾ വിടുവോ? അപ്പം ഈ വീഡിയോ ആണ് സജീനയുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഞാൻ രേണുസുതിക്ക് ഇട്ട് കൊടുക്കും, രേണുസുതിക്ക് ഇട്ട് കൊടുത്തിട്ട് എനിക്ക് തിരിച്ച് റിയാക്ട് ചെയ്യും, പേടിക്കേണ്ട, വലുതായിട്ടൊന്നും പറയത്തില്ലെന്ന് പറഞ്ഞു എന്നും പറഞ്ഞു. ഓക്കെ പറഞ്ഞു. അതിനുശേഷം രേണുസുതിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇവരെന്നെ വിളിച്ചു. എനിക്ക് മെസ്സേജ് അയച്ചു. മെസ്സേജ് അയക്കുമായിരുന്നു, വാട്സപ്പ് കോൾ ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അന്നേരം എന്നോട് പറഞ്ഞു, രേണുസുതിക്ക് ഞാൻ ഇട്ട് കൊടുത്തു, രേണുസുതി പൂര ചീത്തയായിരുന്നു എന്നെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് സമാധാനം ആയല്ലോ. അപ്പം എന്നെ പറഞ്ഞു, രേണുസുതി ഇങ്ങനെ പറയുമോ ചീത്ത, ഇപ്പം രേണുസുതി കേൾക്കുന്ന. ഇതാണ് സജീനയുടെ ആവശ്യപ്രകാരം മഞ്ജു ചേച്ചി ചെയ്ത വീഡിയോ. അതായത് രേണുസുതിക്ക് എതിരെ ചെയ്ത വീഡിയോ ആണ്.
ഇതേ പ്രകാരം സജീന രേണുവിനോട് വിളിച്ച് സംസാരിച്ചിട്ട് നീ കാരണമല്ല ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായത്, ഇങ്ങനെ മഞ്ജു ഒരു യൂട്യൂബർ ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്തില്ലേ എന്നൊക്കെ. എന്നിട്ട് രേണു ഇതിനൊരു ഒരു ആൻസർ ആയിട്ട് രേണും സജീനയും കൂടി വന്നിട്ട് ഇരുന്ന് ഒരു വീഡിയോയും പറഞ്ഞിരുന്നു, അതിന്റെ ഒരു എക്സ്പ്ലനേഷനും ഇവര് തമ്മിൽ ചെയ്തിരുന്നു. രേണു വന്ന് പറയണത്, ഞാൻ ആകെ സജീന ചേച്ചിയുടെ വീഡിയോസ് മാത്രമേ കാണാറുള്ളൂ, അത് സജീന ചേച്ചി അയച്ചു തരുമ്പോഴാണ് ഞാൻ കാണുന്നത്, അല്ലാതെ ഞാൻ വേറെ ആരെയും കമന്റ്സ് വായിക്കാറില്ല, സജീന ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും മാത്രമേ എനിക്ക് അറിയുള്ളൂ, സജീന ചേച്ചി എനിക്ക് വേണ്ടപ്പെട്ടതാണെന്നൊക്കെ രേണു വന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സജീന എന്ന ഈ കൂട്ടുകാരിയെന്ന് ആലോചിക്കണം, കൂട്ടുകാരി കാണിച്ച ചതി എന്താണെന്ന് ആലോചിച്ച് നോക്കി. അതായത് രേണു ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേന് അത് ഇഷ്ടപ്പെടാത്ത സജീന എന്ത് ചെയ്തു, മറ്റൊരു യൂട്യൂബറിന് ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ചെയ്യിപ്പിക്കുകയും രേണുവിനോട് കാണിച്ച സജീനയുടെ ചതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. അതായത് രേണുവിന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞപ്പോഴത്തേക്കും അത് ഇഷ്ടപ്പെടാത്ത സജീന എന്ത് ചെയ്തു, സജീന മറ്റൊരു യൂട്യൂബറിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ആ വീഡിയോ കൊണ്ട് രേണുവിനെ കാണിച്ച് രേണുവിനെ ഇളക്കി വിട്ട് തീ കോരിയിട്ട് അത് വെച്ചിട്ട് രേണുവിനെ കൊണ്ടൊരു വീഡിയോ എടുപ്പിക്കുകയും അത് ഇട്ട് കൊടുക്കുകയും, അതായത് സജീനയ്ക്ക് വലിയൊരു റോള് തന്നെയുണ്ട് രേണുവിന്റെ ലൈഫിൽ എന്ന് കാണിക്കുകയും ചെയ്ത് സജീന. അപ്പൊ ഈ സജീന എന്ന് പറയുന്ന ഈ വ്യക്തി എന്തൊരു വലിയൊരു ചതിച്ചിയാണെന്ന് തന്നെ ആലോചിക്കുക. എന്തൊരു ചതിയാണ് കാണിക്കണത് അല്ലെ. ഇവർക്കൊക്കെ പിന്നെ അത് കിട്ടും, അത് ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു വന്ന വഴി തന്നെ ഈ ഫിറോസ്കാരനെയും ഈ അച്ഛനെയൊക്കെ കുറ്റം പറഞ്ഞും ചതി കൂടി തന്നെ വെട്ടിത്തെളിച്ച് വന്ന വഴിയാണ് രേണുവിന്റെ. അപ്പൊ ഇതുപോലുള്ള കൂട്ടുകാരെ കിട്ടുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ടാണ് ഈ സജീന താത്ത വന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും രേണുവിനെ വിറ്റ് ജീവിക്കുകയല്ലേ, രേണുവിനെ വിറ്റാണ് നിങ്ങൾ യൂട്യൂബേഴ്സ് എല്ലാവരും ജീവിക്കുന്നതെന്നും പറഞ്ഞിട്ടാണ് ഈ നടക്കണത്. എന്നിട്ടും രേണു അങ്ങനെയാണ്, രേണു ഇങ്ങനെയാണ്, അങ്ങനെ മറ്റാണ് മറിച്ചാണെന്ന് വെള്ളം വന്ന് വിളിച്ച് പറയുകയും ചെയ്യും. എന്നിട്ട് രേണുവിനിട്ട് ഇങ്ങനെ ഒരു ചതിയും കൊടുക്കും. അതായത് ഇങ്ങനെ ഒരു അറിയാത്ത രീതിയിലൊരു പാരയും വെച്ചു കൊടുക്കും. ഇപ്പൊ കാണിച്ചത് എന്താ, ഇത് തന്നെയല്ല ചെയ്തത്. ഈ എന്താണ് രേണുവിന്റെ കുറച്ച് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് നിങ്ങളൊരു ട്രോൾ വീഡിയോ റിയാക്ട് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് സജീന പറയുന്നത്. രമ്യ എന്നൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിയുടെ വീഡിയോ എടുത്തിട്ട് ഇവള് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇവളെ ഏർപ്പാടാക്കിയേക്കണ ഒരുത്തൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇവളൊന്ന് കമന്റ് ഇട്ടേക്കണാണ്, ഇവളുടെയൊക്കെ കടിയൊക്കെ മാറ്റി കൊടുക്കണമെങ്കിൽ ചേട്ടനേ പറ്റുള്ളൂ. അപ്പൊ അവൻ വന്നിട്ട് പറയാനാണ്, ഞാൻ എന്റെ ഈ പ്രായം വെച്ച് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഇവളുടെയൊക്കെ കടി മാറ്റി കൊടുത്തോളാം. ഇതേ ചോദ്യം നിന്നോട് ഞങ്ങൾ ചോദിക്കണേ, ഇവനാണോ നിന്റെ മാറ്റി തരണത്? നാണമില്ലല്ലോ നിനക്കൊന്നും, നാണം എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്തൊക്കെ വാക്കുകളൊക്കെ നീയൊക്കെ ഇത്രയും ഇതിലൂടെയൊക്കെ വിളിച്ചു പറയുന്നത്. നീയൊക്കെ ഒരു ആക്ടറാന്ന് പറയുന്നുണ്ടല്ലോ, ഒരു കലാകാരന്റെ ഒരു മാന്യതയും കൂടി ഇല്ലല്ലോ നീ നിന്റെ കൂട്ടാളികൾക്കൊന്നും. നീ എന്തിട്ടിട്ടാ പറയാൻ പോണത്? നീ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇരട്ടിയായിട്ട് ഞങ്ങൾക്ക് പറയാൻ അറിയാം. പിന്നെ ഞങ്ങളത് പറയാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാ പോണത്. കാരണം നമ്മളോട് കുറെ പേര് വന്ന് പറയും ഇങ്ങനെ സംസാരിക്കരുത്. അപ്പൊ നമ്മൾ അവരുടെ റിക്വസ്റ്റ് നമ്മൾ നോക്കുന്നത്, നമ്മൾ ഇത്രയും വൾഗറായിട്ട് സംസാരിക്കരുതെന്ന്. കാരണം നമുക്കും അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല, പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഫാമിലിയുള്ളവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാത്തത്. അതാദ്യം ഈ സജീന എന്ന് പറയുന്ന നീയൊക്കെ ഓർത്ത് വെച്ചോ. പിന്നെ നിന്റെ ഇരട്ടത്താപ്പ് നിന്റെ കൂട്ടുകാരെ അറിയട്ടെ. നീ ഇത്ര വലിയ, പിന്നെ നീ കഴിഞ്ഞ ദിവസം മഞ്ജു ചേച്ചിയടുത്ത് പറയുന്നുള്ളത് ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് കണ്ടത്. നീ എന്ത് ഫ്രണ്ട്ഷിപ്പാന്നാ പറയണത്? നിന്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ മഞ്ജു ചേച്ചി ആ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നീ ആദ്യം പോയി അതാണോ ഫ്രണ്ട്ഷിപ്പ് എന്ന് ആദ്യം നീ പഠിക്കും. ഫ്രണ്ട്ഷിപ്പിന്റെ സ്പെല്ലിംഗ് ആദ്യം പോയി പഠിക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, അതായത് സൗഹൃദങ്ങൾ എന്ന് പറയുന്നത്, അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതാദ്യം പോയി പഠിക്കുക. അല്ലാതെ ഇതുപോലെ ചതിക്കുന്ന കൂട്ടുകാരിയായിട്ടല്ല. നിന്നെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നീയും തള്ളി പറയുക, അതല്ല കൂട്ടുകാരി അല്ലെങ്കിൽ സൗഹൃദം എന്ന് പറയുന്നത്. അതാദ്യം മക്കള് പോയി പഠിക്കും, എന്നിട്ട് നീ വന്നിട്ട് പറയാൻ വാ കേട്ടോ.